ശബരിമല സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിച്ച സൈറ്റി കട്ടിളപ്പാളിയുടെ മുൻഭാഗത്തിന്റെയും 2 ദ്വാരപാലക ശില്പങ്ങളുടെയും പാളികൾ ഇളക്കി മാറ്റിയാണ് സാമ്പിൾ ശേഖരണം. സന്നിധാനത്തെ പ്രത്യേക മുറിയിൽ പരിശോധന തുടരുകയാണ്. അതിനിടെ കർണാടകയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനന്റെ വീടും ജ്വല്ലറിയും കേന്ദ്രീകരിച്ച് വീണ്ടും അന്വേഷണം നടത്തുന്നു. 5 അംഗ സംഘം ബെല്ലാരിയിലെത്തി. അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് ജാമ്യം നൽകണമെന്ന പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി കോടതി തള്ളുകയും ചെയ്തു. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, 3 തലത്തിൽ ഈ വാർത്ത പുരോഗമിക്കുകയാണ്. SITയുടെ പരിശോധന തുടരുന്നുണ്ട്. പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി തള്ളുന്നുണ്ട്. ബെല്ലാരിയിൽ ഒരു വലിയ സംഘം എത്തി. സമാന്തരമായ ഒരു അന്വേഷണം, 5 അംഗ സംഘം എത്തി. സമാന്തരമായ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. തീർച്ചയായിട്ടും മാധു, ആദ്യത്തേത് സന്നിധാനത്തെ പരിശോധനയാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് SIT. കട്ടിളപ്പാളിയുടെ മുൻവശത്ത് നിന്നും 2 ദ്വാരപാലക പാളികളിൽ നിന്നുമായി സാമ്പിളുകൾ ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പിൾ ശേഖരണം പൂർത്തീകരിച്ച് അടുത്ത ആഴ്ച തന്നെ ഒരുപക്ഷെ മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് തന്നെയായിരിക്കും അയക്കുക എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിന് പുറത്തെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ലബോറട്ടറിയിലേക്ക് ഈ സാമ്പിളുകൾ അയച്ചുകൊണ്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് SIT ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെയോടുകൂടി SITയുടെ 5 അംഗ സംഘം ബെല്ലാരിയിൽ എത്തിക്കൊണ്ട് ഗോവർദ്ധനെ കേന്ദ്രീകരിച്ചുള്ള ചില അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോവർദ്ധൻ പങ്കുവച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുള്ള 1.5 കോടി രൂപയുടെ ചില രേഖകൾ, ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ അടക്കം പരിശോധിക്കുകയാണ് SIT ഇപ്പോൾ ചെയ്യുന്നത്. ഗോവർദ്ധന്റെ വീടും ഒപ്പം ജ്വല്ലറിയും ബാങ്കുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാട് കണ്ടെത്തുക എന്നുള്ളതാണ് SITയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഗോവർദ്ധൻ നൽകിയിട്ടുള്ള വിവരങ്ങൾ അതീവ നിർണായകമാണ്. ആ വിവരങ്ങൾ അതേപടി ശേഖരിക്കാൻ കഴിഞ്ഞാൽ ഗോവർദ്ധനെ സാക്ഷിയാക്കുന്നത് കൂടി SIT പരിഗണിക്കുന്നുണ്ട്. അതിനോടൊപ്പം പങ്കജ് ഭണ്ഡാരിയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം വിവിധ തലങ്ങളിൽ.